ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഞാൻ കുറേ ദിവസമായിട്ട് ഒരു വീഡിയോ ഇടാറില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ബിസിയാണ്. മാത്രമല്ല ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. സ്ക്യൂഷി എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അത്രയ്ക്ക് വലിയതില്ല, എന്നാലും കുഴപ്പമില്ല. അതിന് നമുക്കൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വേണം. നല്ലൊരു കിറ്റ് എടുക്കണം. എന്നിട്ട് ആ കിറ്റിൻ്റെ ഒറ്റ സൈഡ്, ആ കിറ്റ് ഇങ്ങനെ സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അത് രണ്ട് ഇതുണ്ടല്ലോ, ഇത് ഇതേപോലെ ആണല്ലോ ഒരു കിറ്റ് ഇരിക്കുന്നത്. ഇത് ഇങ്ങനെ, അപ്പോൾ അത് ഇങ്ങനെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് അത് രണ്ട് ഇങ്ങനെ ആക്കണം. എന്നിട്ട് ഇത് ഇങ്ങനെ ഒറ്റ ഷീറ്റാക്കി എടുത്തിട്ട് ഇതിനകത്ത് കോട്ടൺ നിറച്ച് ഇത് ഇതേപോലെ നല്ല ഇതുണ്ട്. എത്ര നെക്കി പീച്ചിയാലും വരും. ഇതാണ് കൂടെ. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ സാധനമാണെന്ന് എടുത്ത് കാണിക്കാം. അപ്പം ഇത്രയൊക്കെ സാധനം വേണം നമുക്ക്. അയ്യോ, ഫോൺ ഓഫ് ആകുമെന്ന് പറഞ്ഞ് ഞാൻ ഓടിക്കതിട്ടാ വന്നത്. കത്രിക്ക കുട്ടനും കൂടെ വേണം. ഞാൻ പഞ്ഞി കിട്ടാൻ വേണ്ടി എൻ്റെ പാവേനെ കൊന്നു. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇത് പഞ്ഞി എടുക്കണം. ഇത് ഇങ്ങനെ കുറച്ച് ലൂസാക്കാൻ പഞ്ഞി നമുക്ക്. അപ്പം ഞാനാണ് സ്വയംൻ്റെ ക്ലോസ്. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ ആക്കും. കുറച്ചും കൂടെ പഞ്ഞീൻ്റെ ആവശ്യമുണ്ട്. ഈ പ്രാവശ്യം ഞാൻ ചെയ്യുന്ന അതേപോലെ കുഞ്ഞിതൊന്നുമില്ല, കുറച്ച് അത്യാവശ്യം വലുതാണ്. എന്നിടത്ത് പഞ്ഞിക്കുട്ടനെ ഞാൻ വിളിക്കുന്നു, പറഞ്ഞു ആടാ കുട്ട. എൻ്റെ വയറ്റിനകത്ത് കൈത്ത് ഞോണ്ടുന്ന സമയം കൊണ്ട് എനിക്ക് പഞ്ഞി മേടിച്ചാൽ തീരുന്ന കാര്യമേ ഉള്ളൂ. അമ്മൂമ്മ അവിടെ ഇരുന്ന് എന്നോട് ആരോടാണ് ഉണ്ടെന്ന് ചോദിക്കുന്നു. എന്നിട്ട് ഞാൻ പഞ്ഞീനെ കൊല്ലുന്നു, പാവേനെ കൊല്ലുന്നു. എന്നിട്ട് ഇത് ഇങ്ങനെ ആക്കുന്നു. എന്നിട്ട് നമുക്ക് വേണ്ട ഇതൊക്കെ മാറി. നീയൊക്കെ ഇപ്പോഴല്ല വരണ്ട, ഞാൻ വേദി ക്ഷണിക്കണം. എന്നിട്ട് കിറ്റ് ഇങ്ങനെ വെക്കുന്നു. ഇത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ടൊരു പഞ്ഞി ഇങ്ങനെ വെക്കണം. ഓക്കെ, ഇതാണെങ്കിൽ നിൽക്കത്തില്ല, എനിക്ക് അതാണ് ഇത് പേടി. ഇത് ഇങ്ങനെ ഇവിടെ വെക്കാം. ഇപ്പം കാണുള്ളൂ. ഇത് ഇങ്ങനെ വെച്ചിട്ടൊന്ന് എങ്ങനെയെങ്കിലും നമ്മൾ ഇത് ഇങ്ങനെ വെച്ച് കേടുകൂടും കയറ്റി പിടിച്ച് കയറ്റിൻ്റെ അമ്മ. ഇതാണെങ്കിൽ പണി തരും. എനിക്കൊരു സംശയം ഉണ്ട് ഇവനെ. എന്തായാലും ഞാൻ ആ സംശയം എല്ലാം തീർത്ത് കൊണ്ടാക്കും. ഇങ്ങനെ കൈ ഇട്ടിട്ടത് കൈ വെച്ചത് ഇതിനെല്ലാം ഇങ്ങനെ പിടിച്ച് പതിയെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഇങ്ങനെ നമ്മളത് ഇത് ഇങ്ങനെ ഇട്ട് കറക്കണമുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ടു. അപ്പോൾ നിൽക്കുമ്പോൾ ഒരു സുഖം കാണും. ഇത് പൊങ്ങുന്നുമുണ്ട്, പൊങ്ങുന്നു. എനിക്ക് കുറച്ചും കൂടെ പഞ്ഞി ആഡ് ചെയ്യണമെന്നു. അപ്പം ഞാൻ കുറച്ചും കൂടെ പഞ്ഞി ആഡ് ചെയ്യാം. ഇത് നമ്മൾ ചെടിക്കുട്ടനെ വിളിക്കണു. ഇറങ്ങി വാടാ, ഇടങ്ങി ഇന്നോട്ട് ഇറങ്ങി വാടാ. ഞാൻ അഭിനയിച്ചെന്നും പറഞ്ഞ് നീ പിടിച്ചൊന്നും നോക്കണ്ട. ഞാനപ്പോൾ ഇവൻ്റെ സർജറി മാസ്ക് ഒന്നും ഇല്ല കൊണ്ട് ഒന്ന് കട്ടായി വന്ന് വയറേ. എൻ്റെ വയറാണെങ്കിൽ മുറിയുന്നില്ല. ഇത് എന്ത് വെച്ചാണോ ഉണ്ടാക്കിയത് എൻ്റെ അമ്മ. ഇനി സർജറി അത് ഇച്ചിരിയും കൂടെ പഞ്ഞി ഞാൻ എടുക്കുന്നുണ്ട്. കുറച്ച് വലിയത് വേണം എന്നായിരുന്നു എൻ്റെ ഒരാഗ്രഹം. അപ്പോൾ കുറച്ച് വലുത് പണിയോ എടുത്തിട്ട് ഈ കുന്തമൊക്കെ കിട്ടുന്നതൊക്കെ എന്തൊരു പഞ്ഞി തന്നെയാണ്. നമ്മൾ ഇതെടുത്ത് ഇതിനകത്തോടെ ഇടുന്നു. ഇതാണ് ഏറ്റവും വലിയ പണി. ഇങ്ങനെ പിടിച്ചിട്ട് കഴിച്ച് മൂടി കുത്തി വലിച്ചെടുക്കണം നമ്മൾ. ഇത് ഇങ്ങനെ തള്ളിക്ക് കയറ് കൊണ്ടുവന്നു. അത് ഇതിങ്ങനെ ആയിരിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് കറക്കണം.
എന്നിട്ടാണ് നമ്മുടെ നൂലിൻ്റെ പണി. ഇത്രയും നൂലൊക്കെ ഒന്നും വേണ്ട, നമുക്കധികം നൂലൊന്നും വേണ്ട, ഇത് ഇച്ചിരി നൂല് മതി. ഇത് ടൈറ്റാക്കി കെട്ടാൻ വേണ്ടിയുള്ള നൂല്, ഇത്രയും നൂല് മതി. ഇതുകൊണ്ട് കറക്കിയിട്ട് കെട്ടണം. കെട്ടുന്ന കാര്യം എന്നോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ വേണമെങ്കിൽ അമ്മയ്ക്കോ അച്ഛനോ പിടിക്കാൻ കൊടുത്തിട്ട്, ഇതിങ്ങനെ പിടിക്കാൻ കൊടുത്തിട്ട് നിങ്ങൾ കെട്ടുക, അല്ലെങ്കിൽ നിങ്ങൾ പിടിച്ചിട്ട് അമ്മേനെയോ അച്ഛനെയോ കൊണ്ട് കെട്ടിക്കുക. ആ കെട്ടല്ല, കയർ ഇത് കെട്ടും. ഞാനിതിങ്ങനെ അതുകൊണ്ട് വലിച്ച് മുറുക്കണു. ചമ്മിയിട്ടുണ്ട് എന്തായാലും. ഇത് കുറച്ചും കൂടെ ലൂസാക്കി, കുറച്ച് ലൂസാകും. ഈ കുന്തത്തിന് എന്താണ് ഇതൊന്ന് ലൂസാകാൻ പറ്റത്തില്ലേ? ഇതൊന്നും ഇപ്പം ലൂസായി. ഇത് ലൂസാക്കിയിട്ട് മണ്ടക്കോട്ട് അങ്ങ് കൊടുക്കും, താഴോട്ട് കടിച്ചിട്ട് വലിക്കണം. അപ്പോൾ ഇതിങ്ങനെ ഇട്ടും അങ്ങനെ 2 കെട്ടി എങ്ങനെയെങ്കിലും ടൈറ്റ് ആക്കാൻ നോക്കുക. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും കെട്ട് ടൈറ്റ് ആക്കുക. അതുകൊണ്ട് നമുക്ക് ഇവനെ ബാർബർ ഷോപ്പിൽ എത്തിച്ചു. മുടി കെട്ടാടാ കൂട്ട, നമുക്ക് ബാ ഞാൻ വെട്ടി കൂട്ടപ്പനാക്കി തരാനില്ല. എൻ്റെ നഖം മുറിയാതിരുന്നാൽ മതി. ഇവനെ വെട്ടി ഇതേ അത്യാവശ്യം ഇത്രയും മതി. ഇപ്പം നമുക്ക് വെട്ടണ്ട. എന്നിട്ടിത് ഇങ്ങനെയൊക്കെ ഇട്ട് കറക്കി കൊടുത്തി ഇവിടെ എത്തിക്കുക. പിന്നെയും നമ്മുടെ കെട്ട് തുടങ്ങും. പിന്നെ ഒരു വലിക്കുക. ടൈറ്റായി ഇപ്പൊ കാണാമല്ലോ. ഞാൻ നോക്കിയപ്പോൾ കാണാൻ പറ്റുന്നില്ലായിരുന്നു നിങ്ങളല്ല, എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ എന്തൊക്കെയായി പറയുന്നത്? എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാട്ട് പതിയെ എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടുക. കിട്ടാനും പറ്റത്തില്ല. ഇതെന്ത് കഷ്ടമാണ്. എന്തൊരു ഇതായത് ഇങ്ങനെ ഉണ്ടോ ഇത്? ഇപ്പം ഇവിടെ ആകെ ഒരു പിതായി ഇരിക്കുവാണ്. അങ്ങനെ ഇത് തന്നെ എത്ര വേണമെങ്കിലും കാര്യം കെട്ടിക്കോ, ഒരു കുഴപ്പമില്ല. അതൊന്ന് ടൈറ്റായിട്ട് നിന്നാൽ മതി. അങ്ങനെ നമ്മൾ ചെയ്യൊക്കെ കയറ്റി അങ്ങനെയൊക്കെ ഇട്ട് ഒന്നാമത്തെ കരിങ്കട്ടാണ് ഇതിപ്പോൾ ഞാൻ കിട്ടുന്നത്. അതിന് കുറച്ച് കനമുള്ള നൂലെടുത്തിട്ട് വേണം പിന്നെ നിങ്ങൾ കെട്ടാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്നില്ലേ. ഇതേ ഇപ്പം നോക്കിക്കേ, ഇതങ്ങനെ ഉണ്ടത്. ഇത്രയും കുഞ്ഞു സാധനം ഇപ്പോൾ എക്സ്പാൻഡ് ആകുന്നുണ്ട്. നോക്കിക്കോണിപ്പോൾ ഇത്രയല്ലേ ഉള്ളു. അതേപോലെ തന്നെയാണ് ഈ കുഞ്ഞത് എന്തൊക്കെ പീച്ച് രണ്ടാമത്തെ കൂടെ അരക്കി വാങ്ങി ഞാൻ. കണ്ട കുഞ്ഞതായി, എന്നാലും വലുതാവും. നാളെ പിന്നെ അത് നോക്കി തുടങ്ങുമ്പോൾ ആയിക്കോളും. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്.